അർജുന അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞതിലേറെ സന്തോഷമെന്ന് ലോങ് ജംപ് താരം ശ്രീശങ്കർ 24-നോട്. യോഗ്യതാഘട്ടത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടുകയാണ് ലക്ഷ്യമെന്നും ശ്രീശങ്കർ മുരളി 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. രാജ്യത്തിന് ആകെ അഭിമാനമായി മാറിയ പാലക്കാടിന് കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി വലിയ ആഹ്ലാദ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച അർജുന അവാർഡ് ജേതാവ് ശ്രീശങ്കർ മുരളി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. നമ്മളിതിനു മുൻപ് സംസാരിച്ചിരുന്നു. അന്നും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. കാരണം ഇത്തവണ നമുക്ക് ഒരുപാട് ഇവന്റ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നുള്ളതുണ്ട്. എന്താണ് ആദ്യ പ്രതികരണം? സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ വന്നപ്പോൾ തന്നെ അറിയായിരുന്നു, അത് ഒഫീഷ്യലി കൺഫേം ആവുന്നുള്ളത് അറിയായിരുന്നു. കൺഫർമേഷൻ 2 ദിവസം മുമ്പാണ് അറിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണയൊന്നും ശ്രമിക്കാതിരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു എന്താണ്, നമുക്ക് കൃത്യമായിട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പരിശ്രമിച്ചാൽ മതി എന്നൊരു ആഗ്രഹം? കാരണം അർജുന അവാർഡിൻ്റെതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എങ്ങനെയാണ് നമ്മുടെ പെർഫോമൻസസ്, എത്ര മെഡൽസാണ് കിട്ടിയത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഒളിമ്പിക്സ് അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ. അപ്പോൾ എനിക്ക് ആകെ കോമൺവെൽത്ത് ഗെയിംസിൽ മാത്രമേ മെഡൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കോമൺവെൽത്ത് ഗെയിംസ് സിൽവർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഗോൾഡ് മിസ്സായല്ലോ, നമുക്ക് ഈക്വൽ ജമ്പ് വന്നിട്ട് ഗോൾഡ് മിസ്സായല്ലോ. അപ്പോൾ എനിക്ക് എലിജിബിൾ എല്ലാം തോന്നി. ഒരു സിൽവർ മെഡൽ മാത്രം ഉള്ളതുകൊണ്ട് എലിജിബിൾ എല്ലാം തോന്നി. അപ്പോൾ ഈ വർഷം 3 മെഡൽ ഉള്ളതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തു. ഇത് അറിയിച്ചത് ഒഫീഷ്യലി എങ്ങനെയായിരുന്നു? അത് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? ആരാണ് അറിയിച്ചത് ആദ്യം? ഇത് ന്യൂസ് വന്നത് ആദ്യം നോമിനേഷൻ ന്യൂസ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടത്, ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിങ് തന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുക, ഇത് ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒഫീഷ്യൽ ഡിക്ലറേഷൻ വന്നത് അമ്മ വിളിച്ച് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇപ്പോൾ ഒളിമ്പിക്സിന് വേണ്ടിയിട്ടുള്ള പരിശീലനത്തിലൊക്കെ ആണെന്ന് അറിയാം. എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത്? മോർണിംഗ് ഈവനിങ് ട്രെയിനിങ്സ് ഉണ്ട്. പിന്നെ കോമ്പറ്റീഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ എൻഡ് മെയ് ഫസ്റ്റ് വീക്കിലാണ്. ഇപ്പോൾ ഡയമണ്ട് ലീഗിൻ്റെ കാലണ്ടർ എല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ മെയിൻ ഫസ്റ്റ് കോമ്പറ്റീഷൻ കൂടുതലും ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ചൈനയിൽ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ ട്രെയിനിങ് സെഷനൊക്കെ വേണ്ടിയിട്ട് വലിയ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ അടക്കം നൽകുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അത്? ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഇന്ന ദിവസം മുതൽ നമുക്കൊരു കോച്ചിങ് ആവശ്യമാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അംഗീകരിച്ചിരുന്ന സാഹചര്യം ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ പൊതുവെയുള്ള ഒരു സ്ട്രക്ചർ? ആക്ച്വലി ഞാൻ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിലുള്ള അത്ലീറ്റാണ്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിൻ്റെ കീഴിലുള്ള ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീം സായിൻ്റെ ടോപ്സ് എന്ന ഡിവിഷനിലുള്ള അത്ലീറ്റാണ് ഞാൻ. അപ്പോൾ ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ തന്നെ ഒരുപാട് കായിക താരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ നീരജ് ചോപ്ര, അതേപോലെ തന്നെ നമ്മുടെ 400 മീറ്റേഴ്സിലെ അത്ലീറ്റ്സ് അനസേട്ടൻ, അമോജ്, രാജേഷ്, അജ്മൽ, ഞങ്ങളെല്ലാവരും ടോപ്സ് അത്ലീറ്റ്സാണ്. അപ്പോൾ എൻ്റെ ഈ വർഷത്തെ എല്ലാ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻസിൻ്റെ ഫണ്ടിങ്ങും എല്ലാം കോമ്പറ്റീഷൻസ് ട്രെയിനിങ് ക്യാമ്പിൻ്റെ എല്ലാ ഫണ്ടിങ് വന്നിരിക്കുന്ന ടോപ്സിലൂടെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അടുത്ത ആഴ്ച ഒരു ട്രെയിനിങ് ക്യാമ്പ് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് വേണ്ട പ്രപ്പോസൽസ് എല്ലാം, ഫിനാൻഷ്യൽസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഞാൻ പ്രപ്പോസൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ അഡ്മിനിസ്ട്രേഷൻ വന്ന് ആ ദിവസം തന്നെ ഫണ്ട് വന്ന് ടിക്കറ്റ്സ് ബുക്ക് ചെയ്ത് ഞാൻ കറക്റ്റ് പ്ലാൻ ചെയ്ത ഡേറ്റ് തന്നെ എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ഞങ്ങളുടെ ഫെഡറേഷനിൽ നിന്നും, അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും, സായിൽ നിന്നും, ടോപ്സിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ അത്ലീറ്റ്സിനെ ഫുൾ സ്വിംഗ് ആയിട്ട് ബാക്കപ്പ് ചെയ്യുകയാണ്. കാരണം അടുത്ത ഒളിമ്പിക്സിലെ ലക്ഷ്യം വലിയൊരു ലക്ഷ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്ലീറ്റ്സിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസ് നോക്കിയാൽ തന്നെ പെർഫോമൻസിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ മെഡലിലെ കൗണ്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് തന്നെയാണ്. PM ഇതിനോട് കാണിക്കുന്ന ഒരു താല്പര്യമൊക്കെ വളരെ എന്താ പറയുക, വളരെയധികം നിങ്ങൾക്ക് സഹായകമാകുന്നുണ്ട് എന്ന് പല അത്ലറ്റ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് വ്യക്തിപരമായ അനുഭവം? PM സാർ പേഴ്സണലി അത്ലീറ്റ്സിൻ്റെ ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. കാരണം ഒരു അത്ലീറ്റ് എവിടെ പെർഫോം ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇതെല്ലാം സാർ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാ കോമ്പറ്റീഷൻ കഴിഞ്ഞാലും ഞങ്ങളെ ഒരു പൊതുവേദിയിൽ ഹോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള മോട്ടിവേഷനും വേണ്ട രീതിയിൽ പ്രോത്സാഹനം എല്ലാം നൽകും. ഗവൺമെൻറ് ഒരുപാട് ഇൻവോൾവ് ആണ്. സെൻട്രൽ ഗവൺമെൻറ് നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ആണ് അത്ലീറ്റ്സിൻ്റെ ഒരു സ്പോർട്ടിംഗ് കരിയറിൽ. അപ്പോൾ എൻ്റെ ഒരു അച്ചീവ്മെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ പ്രോബബ്ലി PM സാറിന് അത് പറയാനാവും. അതേപോലെ തന്നെ അവിനാഷ് ഭയ്യ, നീരജ് ചോപ്ര, ഇവരുടെ എല്ലാവരുടെയും അച്ചീവ്മെൻറ്റ്സ്, ഇവരെവിടെ ട്രെയിനിങ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അച്ചീവ്മെൻറ്റ്സ്, ഇനി എന്തൊക്കെയാണ് വേണ്ട സഹായങ്ങൾ, ഇതെല്ലാം ഞങ്ങളോട് അപ്പം വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ രീതിയിലുള്ള സഹായമാണ് വേണ്ടത്, വാട്ട് ക്യാൻ ബി ഡൺ ഫർദർ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഞങ്ങൾ സഹായം ചോദിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നീഡ്സും ടേക്കൺ കെയർ ഓഫ് ആണ്. എന്നാലും ശ്രീശങ്കറിൻ്റെ ആദ്യ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ഇനി ഒളിമ്പിക്സിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടക്കുകയാണ്. അതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ പാലക്കാട്ടുകാരന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.